കണ്ണൂർ കോർപ്പറേഷനിൽ വിജിലൻസ് റെയ്ഡ്. ചേലോറ ട്രെഞ്ചിംഗ് ഗ്രൗണ്ടിലെ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് പരിശോധന. വിജിലൻസ് ഫിനാൻഷ്യൽ വിങ്ങും പരിശോധന നടത്തുന്നുണ്ട്. മനോജ് മേൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, വിജിലൻസ് റെയ്ഡ് ഇപ്പോഴും തുടരുകയാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? കൃഷ്ണേന്ദു, കണ്ണൂർ കോർപ്പറേഷനിൽ വിജിലൻസ് റെയ്ഡ് ഇപ്പോഴും തുടരുകയാണ്. ചേലോറ ട്രെഞ്ചിംഗ് ഗ്രൗണ്ടിൽ നടന്ന ബയോ മൈനിങ്ങിൽ കോടികളുടെ അഴിമതി നടന്നുവെന്ന പരാതിയിലാണ് ഈ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. നിരവധി പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസിൽ ലഭിച്ചിരുന്നു. ഇതിന്റെ പരിശോധനയാണ് വിജിലൻസിന്റെ കണ്ണൂർ വിങ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. വിജിലൻസിന്റെ ഫിനാൻഷ്യൽ വിങ്ങും വിജിലൻസും ഒരേ സമയത്താണ് കണ്ണൂർ കോർപ്പറേഷനിലെ രേഖകളെല്ലാം തന്നെ പിടിച്ചെടുത്ത് പരിശോധന ആരംഭിച്ചിട്ടുള്ളത്. വിജിലൻസ് ഇൻസ്പെക്ടർ സി സുനിൽകുമാറിന്റെ നേതൃത്വത്തിലാണ് ഈ പരിശോധന നടക്കുന്നത്. 3 വർഷം മുമ്പ് അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ മേയറായിരുന്ന കാലത്താണ് ചേലോറ ട്രെഞ്ചിംഗ് ഗ്രൗണ്ടിലെ കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കം ചെയ്യാൻ റോയൽ വെസ്റ്റേൺ പ്രൊജക്ടിന്റെ നേതൃത്വത്തിലുള്ള 3 കമ്പനികൾ അടങ്ങിയ ഒരു കൺസോർഷ്യത്തിന് ഈ കരാർ നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട രേഖകളാണ് വിജിലൻസ് ഇപ്പോൾ പരിശോധിച്ച് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് വിജിലൻസിന് നേരത്തെ തന്നെ നിരവധി പരാതികൾ ലഭിച്ചിരുന്നു. 24,042 ക്യൂബിക് മീറ്റർ മാലിന്യം നീക്കം ചെയ്ത് 86 ലക്ഷം രൂപ നൽകേണ്ട സ്ഥാനത്ത് 2,63 ലക്ഷം രൂപ ബയോ മൈനിങ് നടത്തിയ കമ്പനിക്ക് നൽകി എന്നതാണ് ഈ ക്രമക്കേടിന് കാരണമായി പറയുന്നത്. 1,77 ലക്ഷം രൂപയാണ് അധികമായി നൽകിയതെന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. 73,502 ക്യൂബിക് മീറ്റർ മാലിന്യം അവിടെ നിന്നും നീക്കി എന്നാണ് ഈ ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതുവഴി വലിയ തോതിലുള്ള അഴിമതി നടന്നു എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. CPM നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനിൽ LDF കൗൺസിലർമാർ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൗൺസിലർ പ്രദീപൻ ഇന്ന് വിജിലൻസിന് പരാതി നൽകിയിട്ടുണ്ട്. അതിനു മുമ്പും വിജിലൻസിന് പരാതികൾ ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രശാന്ത് ബാബുവും വിജിലൻസിന് പരാതി നൽകിയിരുന്നു. ഇതൊക്കെയായി ബന്ധപ്പെട്ട പരാതികളിലാണ് ഇപ്പോൾ ഈ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണം ഇപ്പോൾ നടന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വിജിലൻസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ പ്രാഥമിക പരിശോധന നടക്കുകയാണ്. ഈ പരിശോധനയിൽ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടെത്തി എന്നതിനെ കുറിച്ച് പറയാറായിട്ടില്ല. ഈ പരിശോധന തുടരും. രേഖകളൊക്കെ തന്നെ പരിശോധിച്ച് പ്രാഥമികമായി ഈ പരാതികളിൽ കഴമ്പുണ്ടോ എന്നുള്ളതാണ് വിജിലൻസ് പ്രാഥമികമായി പരിശോധിക്കുക. കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയാൽ മാത്രമാണ് കേസ് രജിസ്റ്റർ ചെയ്ത് മറ്റു നടപടികളിലേക്കൊക്കെ വിജിലൻസ് കടക്കുക. അത് വിജിലൻസിന്റെ ഒരു സ്വാഭാവികമായ രീതിയാണ്. എന്നാൽ പ്രാഥമികമായി തന്നെ ഈ അധിക പണം നൽകിയിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട്. അത് പക്ഷേ ഈ കോർപ്പറേഷൻ നേരത്തെ ഭരണത്തിന് നേതൃത്വം നൽകിയിരുന്നവർ പറയുന്നത് ഒരു കമ്പനിക്ക് കരാർ നൽകി, ആ കമ്പനി നൽകിയ കണക്ക് അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർ പരിശോധിച്ച് നൽകിയ കണക്ക്, ആ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തുക കൈമാറിയിട്ടുള്ളത്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഴിമതി നടന്നു എന്ന് പറയാൻ കഴിയില്ല എന്നാണ് ഈ ഭരണപക്ഷത്തിന്റെ ഒരു അവകാശവാദം. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് മേയർ മുസ്ലിം മഠത്തിൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തുണ്ടായ കാര്യങ്ങളാണ് ഇത് എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്ന അഭിപ്രായം കൂടി മേയർ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും മുൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനെതിരെയാണ് ഈ പ്രതിപക്ഷത്തിന്റെ ആരോപണം ഉള്ളത്. ഇന്നലെ കോർപ്പറേഷനിലേക്ക് LDF മാർച്ച് നടത്തിയിരുന്നു. അതിലും മുൻ മേയർ ടി ഒ മോഹനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉൾപ്പെടെ രൂക്ഷമായ പ്രതികരണങ്ങൾ നടത്തിയത്. എന്തായാലും വിജിലൻസിന്റെ ഈ റെയ്ഡ് ഇപ്പോഴും തുടരുകയാണ്. കൃഷ്ണേന്ദു.